നമസ്കാരം, എൻ്റെ പേര് ഷിംജോ ജെയിംസ്. ഞാനൊരു യുവ സംരംഭകനാണ്. ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഫുഡ് പ്രോസസ്സിംഗ് മേഖലയിലാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ കൂടുതൽ യുവാക്കൾ ഫുഡ് പ്രോസസ്സിംഗ് മേഖലയിലേക്ക് കടന്നു വരാത്തത്? അതിനെപ്പറ്റി നമ്മളോട് സംസാരിക്കാനായി നമുക്ക് പ്രിയങ്കരനായ ഡോക്ടർ പി വിജയൻ സാർ നമ്മുടെ കൂടെയുണ്ട്. നമസ്കാരം സാർ. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ മേഖലയിൽ യുവാക്കൾ ഈ ഫുഡ് പ്രോസസ്സിംഗ് മേഖലയിലേക്ക് ഇത്രയ്ക്കും വൈഡായിട്ടുള്ളൊരു മേഖലയിലേക്ക് ഇറങ്ങി വരാത്തത്? സാറിൻ്റെ ഒരു ഒപ്പീനിയൻ ഒന്ന്. ഓക്കെ, ഷിംജോ ചോദിക്കുന്നത് ഈ ഫുഡ് പ്രോസസ്സിങ്ങിന് കേരളത്തിൽ ഏറ്റവും സ്കോപ്പുള്ളതാണ്. അപ്പോൾ ടൂറിസം പോലെ തന്നെ വളരെ സ്കോപ്പുള്ളൊരു ഏരിയയാണ്. പക്ഷെ നമുക്ക് അതിനകത്തൊരു 2-3 പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അത് പരിഹരിച്ചുകൊണ്ട് പോകണം. അപ്പം കേരളത്തിലെ രോഗങ്ങൾക്ക് പ്രധാനമായിട്ട് രോഗത്തിന് ഏറ്റവും വലിയ പ്രശ്നം ഈ ട്രാൻസ് ഫാറ്റ് ഉള്ളിൽ ചെല്ലുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ് ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഓർത്തിരിക്കാനായിട്ട് എളുപ്പം. ഈ ട്രാൻസ് ഫാറ്റിൽ ഉണ്ടാക്കുകയാണെങ്കിൽ 5-6 മാസത്തേക്ക് അത് ഇരിക്കും, ഷെൽഫ് ലൈഫ് കൂടുതൽ കിട്ടും. അതുകൊണ്ട് ബേക്കറി ഇൻഡസ്ട്രിയിൽപ്പെട്ട ഫുഡ് പ്രോസസ്സിംഗ് ആണെങ്കിലും അതല്ല നമ്മൾ കോക്കനട്ട് ബേസ്ഡ് ആണെങ്കിലും ഒക്കെ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കോക്കനട്ട് അല്ല, നമ്മുടെ ചിപ്സൊക്കെ ബേസ്ഡ് ആണെങ്കിലും ശരി, ബനാന ബേസ്ഡ് ഒക്കെ ആണെങ്കിലും ശരി, അതിനകത്തൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ട്രാൻസ് ഫാറ്റിൻ്റെ ഉപയോഗമാണ്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് 5-6 മാസത്തേക്ക് ഇരിക്കുക എന്നുള്ള വാസ്തവമാണ്. പക്ഷേ നമുക്ക് ശരീരത്തിന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ട്രാൻസ് ഫാറ്റാണ്. അപ്പോൾ നമ്മളിപ്പം മറ്റു പല വിദേശ രാജ്യങ്ങളിൽ എഴുതി ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ബ്രാൻഡ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടിയിൽ എഴുതിയേക്കും നോ ട്രാൻസ് ഫാറ്റ് എന്നും എഴുതിയേക്കും. അപ്പോൾ ട്രാൻസ് ഫാറ്റ് അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനെക്കുറിച്ച് കൂടുതൽ ഗൂഗിൾ ചെയ്തും ChatGPT നോക്കിയൊക്കെ ആയിട്ട് ഈ ട്രാൻസ് ഫാറ്റ് ഫുഡിനകത്തുനിന്ന് ഒഴിവാക്കും. രണ്ടാമത്തെ കാര്യം നേരിട്ടുള്ള പഞ്ചസാരയുടെ ഉപയോഗം, പഞ്ചസാരയ്ക്കുള്ള സബ്സ്റ്റിറ്റ്യൂട്ടും. അതിന് പകരം നമ്മൾ ശർക്കര ഉപയോഗിക്കുകയോ നാച്ചുറലായിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. അപ്പം പക്ഷേ ഈ ഒരു ലിമിറ്റേഷൻസ് വെച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളത് പ്രോട്ടീൻ ബാർസ്. ഒരു 10-40 വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പഴംപൊരി, പരിപ്പുവട, ബോണ്ട, ഉണ്ടംപൊരി എന്നൊക്കെ പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള സ്നാക്സുകൾ. അതെ, പക്ഷെ അത് അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ഹെൽത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് 2 പ്രധാനപ്പെട്ട സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടത്, കുറയ്ക്കേണ്ടത്. ഒരുവിധപ്പെട്ട ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് മറികടക്കാൻ പറ്റും നമ്മൾ ഈ പിന്നെ വളരെ എക്സസീവായിട്ടുള്ള കാർബിൻ്റെ ഉപയോഗം, കാർബോഹൈഡ്രേറ്റിൻ്റെ ഉപയോഗം. ആക്ച്വലി ഒരു ദിവസം നമുക്ക് 100 ഗ്രാം കാർബോഹൈഡ്രേറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ട്രഡീഷണലായിട്ട് പാടത്ത് പണിയെടുക്കുന്നവർക്ക് കാർബോഹൈഡ്രേറ്റ് ഒരുപാട് പണ്ട് കഴിക്കണമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ 100 ഗ്രാമിൻ്റെ കാർബോഹൈഡ്രേറ്റിൻ്റെ ഉപയോഗം നമ്മുടെ ബോഡി ആവശ്യപ്പെടുന്നുള്ളൂ, ബോഡിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്പെൻഡ് ചെയ്യുന്ന കഴിഞ്ഞും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫാറ്റ് ബേസ്ഡായ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം ഫാറ്റ് പൊതിഞ്ഞിരുന്നിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ഡയബറ്റീസൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എഡ്യൂക്കേഷൻ്റെ പ്രശ്നമാണ്. രോഗിയായാൽ പിന്നെ ഡോക്ടർ നോക്കുന്നത് ആ രോഗത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണം, അല്ലാതെ ഈ സാധനമൊന്നും ഡോക്ടറുടെ സിലബസിലേ ഇല്ല. ഓക്കെ, അപ്പം 2 കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഒന്ന്, കാർബോഹൈഡ്രേറ്റിൻ്റെ അമിതമായ ഉപയോഗവും. 2, എല്ലാത്തിനകത്തും ട്രാൻസ് ഫാറ്റ്. അത് ഈ ബേക്കറി ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ, ഫുഡ് പ്രോസസ്സിങ്ങിലുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഡേഞ്ചർ മനസ്സിലാവുകയാണെങ്കിൽ അവരതിന് പരിഹാരം കണ്ടെത്തും. മറ്റു രാജ്യങ്ങളിൽ അതിന് ഓൾറെഡി തന്നെ അവർ, യൂറോപ്പ് കൺട്രീസിലൊക്കെ അത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടാണ് അവർ സ്നാക്സ് പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. ഫുഡിൻ്റെ പുറത്ത് അവർ എഴുതി നോ ട്രാൻസ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കൺവേർഷനിലേക്ക് ശ്രമിക്കുന്നുണ്ട് പല ബ്രാൻഡുകളും. പക്ഷേ നമ്മുടെ നാട്ടിൽ ആ ഒരു ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടാത്തത് കൊണ്ട് അതിലേക്ക് ജനങ്ങൾ ആക്സെപ്റ്റൻസ് കുറവായിട്ട് വരുന്നുണ്ട്. അല്ല, അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലതും നമുക്ക് റോസ്റ്റഡ് ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഈ വറുത്തെടുക്കുന്നതിന് പകരം നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്രൈ ഒക്കെ ചെയ്തിട്ടെടുക്കുന്നത്, റോസ്റ്റ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ എണ്ണ ഒട്ടും ഇല്ലാതെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ വളരെ പ്രയോജനമുള്ള. അപ്പോൾ പ്രോട്ടീൻ ബാർസ് നമുക്ക് വളരെ പ്രായമായി വരുന്നവരും വളരെ അത്യാവശ്യം. ഈ 2 സാധനം നമ്മൾ കുറച്ചുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കേരളത്തിൽ നമുക്ക് ഇത് വരുന്നത്, ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ ഈ കോക്കനട്ട് ബേസ്ഡ് പ്രോഡക്ട്സ്, കോക്കനട്ടിനകത്ത് ട്രാൻസ് ഫാറ്റ് പ്രശ്നമില്ല. അപ്പോൾ അത് കോക്കനട്ട് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഒലിവ് ഓയിലും കോക്കനട്ട്സും കണ്ടിന്യൂസ് ആയിട്ട് വില കൂടും പ്രോഡക്റ്റിന്. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള വിശദമായ പ്രചരണം കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ബനാന പ്രോസസ്സിങ്,
ബനാന വളരെ നല്ലൊരു ഫുഡാണ്. ബനാന പ്രോസസ്സ് ചെയ്യുക, ട്രാൻസ് ഫാറ്റ് ഇല്ലാതെ. പിന്നെ നമുക്ക് ഞാൻ തൊട്ട് ലാസ്റ്റ് വിസിറ്റ് ചെയ്തത് ഇന്നലെ വന്നത് കംബോഡിയയിലാണ്. അപ്പോൾ കംബോഡിയയുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നോംപെനിലാണ്. അപ്പോൾ ഈ അവിടെ തന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും കംബോഡിയയിൽ ധാരാളം കുരുമുളകുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പല വിധത്തിൽ കുരുമുളക് ഉപയോഗിക്കാവുന്ന രീതിയിൽ $10 വളരെ ക്യൂട്ടായിട്ടുള്ള ഒരുപാട് പാക്കിങ്സ് എല്ലാം. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന അതുമാതിരിയുള്ള പല പ്രോഡക്ട്സും, മാങ്ങയാണേലും എല്ലാ സാധനങ്ങളും. അപ്പം സ്പൈസസിന് നമുക്ക് അവിടെ ഉള്ള കഴിഞ്ഞും വളരെ കൂടുതൽ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഈ സ്പൈസസിന് പ്രധാനമായിട്ടും ആൾക്കാർ എല്ലാ ദിവസവും കഴിക്കേണ്ട ഒരു ഫുഡാണ് മഞ്ഞൾ, അഥവാ കുർക്കുമിൻ. അപ്പോൾ അത് ഒരു ഡെയിലി ഡോസേജ് ആയിട്ട് ഉപയോഗിക്കുന്നത് പ്യുവറായിട്ട് കിട്ടുവാണെങ്കിൽ ആൾക്കാർ നല്ല ഡിമാൻഡ് ഉണ്ടാവും. നമ്മുടെ ബോഡിക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് മഞ്ഞളിൻ്റെ. അതെ, സൂപ്പർ ഫുഡുകൾ ബോഡിയിൽ ഓവറായിട്ട് കഴിക്കുന്നതല്ല. ഒരു ലിമിറ്റഡ് അളവിൽ എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ട ബോഡിക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് മഞ്ഞൾ. സൂപ്പർ ഫുഡുകളിൽപ്പെട്ട ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അതുപോലെ നമുക്ക് മറ്റൊന്നാണ് ഈ ഫിഷ് ആൻഡ് സീ പ്രോസസ്സിങ്. അപ്പോൾ നമുക്ക് സ്നാക്സിനകത്തൊന്നും ആണെങ്കിലും ഇവിടെ അതില്ല. ഇപ്പം മലേഷ്യയിലോ തായ്ലൻഡിലോ കംബോഡിയയിലൊക്കെ നമുക്ക് ഈ സീ ഫുഡ് ബേസ്ഡ് ആയിട്ടുള്ള നമുക്ക് സ്നാക്സുകൾ ഒരുപാടുണ്ട്. ഇവിടെ വളരെ ഹെൽത്തി ആയിട്ട് നമ്മളിപ്പോൾ ഉണക്കമീൻ എടുത്തിട്ട് മൈക്രോസ്കോപ്പിലൂടെ പരിശോധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് ധാരാളം ബാക്ടീരിയാസ് അതിനെപ്പറ്റി കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആയിരുന്നു ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ടെക്നോളജി. ഈ ടെക്നോളജി എന്താണെന്നുള്ളത് നമ്മൾ വീഡിയോയിലൊക്കെ എടുത്തിടണം. പിന്നെ മറ്റൊന്നാണ് ജാക്ക് ഫ്രൂട്ട് പ്രോസസ്സിങ്. ഇപ്പോൾ കേരളത്തിൽ ഇഷ്ടംപോലെ ഈ നഴ്സറീസ് ഉണ്ട്, ഇവരെല്ലാം വിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ജനങ്ങളൊന്നും കാര്യം മനസ്സിലാക്കേണ്ട, നമ്മളൊരു ബാങ്കിൽ നിന്നൊക്കെ പൈസ എടുത്തിട്ടാണെങ്കിലും ശരി, ഉള്ള പറമ്പിൽ ഈ ജാക്ക് ഫ്രൂട്ട് പോലുള്ള പല സംഭവങ്ങളും വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഏണിങ് തരുന്നതാണ്. അതെ, ഇപ്പോൾ നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ജാക്ക് ഫ്രൂട്ടാണ്. ജാക്ക് ഫ്രൂട്ട് കേരളം മുഴുവൻ നിരത്തി വെക്കാനായിട്ട് മലയോര പ്രദേശങ്ങളിലൊക്കെ ജാക്ക് ഫ്രൂട്ടിൻ്റെ പെട്ടെന്ന് കായ്ക്കുന്ന ഈ മോഡൽ, പിന്നെ ഈ 12 മാസം കായ്ക്കുന്ന ഇതൊക്കെയുണ്ട്. അതൊക്കെ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഇവിടെ കേരളത്തിൽ കാഷ്യൂ നട്ടിൻ്റെ പ്രോസസ്സിങ്. പിന്നെ ഈ ആയുർവേദിക് ഫുഡിനെ കംപ്ലീറ്റ്ലി നമ്മൾ തള്ളിക്കളയുന്നതിന് പകരം ആയുർവേദിക് ഫുഡിൽ നമ്മുടെ രോഗങ്ങൾ കുറയ്ക്കുന്ന, അത് ഫുഡായിട്ട് മാറ്റി ഫുഡിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാവുന്ന ഫുഡ് പ്രോസസ്സിങ്ങിൽ ഉൾപ്പെടുത്താവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പിക്കിൾസൊക്കെ ഉപയോഗിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള പിക്കിൾസാണ്. ഓയിലിൻ്റെ അംശം കുറവായിട്ട് പലതും അതിന് ശാസ്ത്രീയ വശങ്ങളുണ്ട്. പിന്നെ ഫ്രൂട്ട്സിന് പൊതുവേ നമുക്ക് എപ്പോഴും ഫ്രൂട്ട്സായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഫ്രൂട്ട്സിൻ്റെ ആ ഒരു ഇത് പോകാതെ അതിന് ജ്യൂസ് ആക്കുന്നതിലും നല്ലത് ഫ്രൂട്ടിൻ്റെ വേരിയൻ്റ് ഡ്രൈ ഫ്രൂട്ട്സ് മെത്തേഡിൽ. അതെ, അപ്പോൾ ആ ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും അതിൻ്റെ ഈ പോഷകങ്ങൾ നഷ്ടപ്പെടാത്ത രീതി ചെയ്യാം. പിന്നെ ഈ റൈസ് ബേസ്ഡ് ഇതിനും ഫുഡ് പ്രോസസ്സിങ്ങിനും വലിയ ചാൻസസ് ഉണ്ട്. പക്ഷേ അതും എന്താ വെച്ചാൽ റൈസ് മാത്രമല്ല, അതിനകത്ത് മേജർ ഇപ്പോൾ അരിയുണ്ടാന്ന് പറഞ്ഞാൽ അരിയാണ് അതിനകത്ത് മേജർ കോമ്പോണൻറ്റ്. അതിനെ ഒരു ചെറിയൊരു ഹീലിംഗ് പ്രോപ്പർട്ടി ആക്കി മാറ്റിയെടുക്കാം. ഇപ്പോൾ ചില സാധനങ്ങൾ, ഇപ്പോൾ ജീരകമൊക്കെ കുമിൻ സീഡൊക്കെ നമ്മൾ ഫെനിൽ പെരിഞ്ജീരകം, ഇപ്പോൾ ഇതൊക്കെ നമുക്ക് ഫുഡിൽ ചേർത്ത് അതിൻ്റെ ഒരു ഫ്ലേവർ രുചിയൊക്കെ മാറ്റിയെടുക്കുന്നത് അത് കുറച്ചുകൂടെ ഹെൽത്തിന് നല്ലതാണ്, ഹെൽത്തിയാണത്. പിന്നെ നമുക്ക് ഇവിടെ വളരെ ആവശ്യമുള്ളതാണ് ഓർഗാനിക് ഫുഡിൻ്റെത്. പിന്നെ ഈ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത് റെഡി ടു ഈറ്റ്. നമുക്ക് എന്തൊക്കെ കൊടുക്കാനായിട്ട് പറ്റും യാത്ര ചെയ്യുന്നിടത്തൊക്കെ ഈ അൺഹെൽത്തി ആയിട്ടുള്ള കഴിക്കുന്നതിന് പകരം. പിന്നെ നമുക്ക് ഈ ഹെർബൽ ആൻഡ് ഫങ്ഷണൽ ഫുഡ്, അതായത് പലപ്പോഴും നമുക്ക് ചില രോഗപ്രതിരോധ സംഭവങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റിയ നമ്മുടെ ഈ മില്ലറ്റിൻ്റെ ഉപയോഗം വെച്ചുള്ള ഫുഡ് പ്രോസസ്സിങ് ഭയങ്കര സാധ്യതകളല്ലേ. ഇപ്പം ഈ അടുത്ത കാലത്ത് ഇത് പയറുവർഗ്ഗങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ അടുത്ത് ഞാനൊരു പ്രോഡക്റ്റ് എടുത്തത് ന്യൂട്രി നൂഡിൽസ്. അതായത് നൂഡിൽസ്, അതായത് മില്ലറ്റുകൾ കൊണ്ട് നൂഡിൽസ് ക്രിയേറ്റ് ചെയ്യുക. അത് വളരെ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. പക്ഷേ വയറിന് ടേസ്റ്റ് ഉള്ളത് നമുക്ക് കുറച്ചുകൂടി നമുക്ക് വയറിന് ടേസ്റ്റ് ഉള്ളത് നമ്മുടെ ആരോഗ്യത്തിന് കേടാന്ന് പറയുന്ന പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മില്ലറ്റ് നൂഡിൽസ് നമ്മുടെ ഒരുപാട് സാർ പറഞ്ഞ പോലെ പ്രോട്ടീൻ്റെ കണ്ടൻറ്റും ഒരുപാട് നമ്മുടെ ശരീരത്തിന് വേണ്ട മിനറൽസ് തരുന്നുണ്ട്. അത് പക്ഷെ അത് ആളുകൾക്ക് ആ പ്രൈസിൻ്റെ ഒരു ഇത് കാരണം അല്ല. ഇപ്പോൾ നമ്മൾ ഏറ്റവും വില കുറഞ്ഞതെന്ന് പറഞ്ഞ് നോക്കുകയാണെങ്കിൽ അതെല്ലാം നമ്മൾ ആ ഉണ്ടാക്കുന്നതിൻ്റെ 10 ഇരട്ടി ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടത്. അതെ, അത് മനസ്സിലാക്കുന്നില്ല ആളുകൾ. ഈ ഹെർബൽ സംഭവങ്ങൾ പലതും ചേർത്തുണ്ട്. പക്ഷേ അതിനെ വീണ്ടും നമ്മൾ ശാസ്ത്രീയമായിട്ട് നോക്കിയിട്ട് അതിന്
ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ പെപ്പർമിൻറ്റ് ആഹാ. വളരെ നല്ലൊരു ഓപ്ഷനാണ്. അതിപ്പോൾ ഒത്തിരി സംഭവങ്ങളുണ്ട് ഓക്കെ. നമുക്ക് അതിൻ്റെ കൂടെ ചേർത്തുകൊണ്ട് ഹെർബലായിട്ട് ചെയ്യാവുന്നത്. പിന്നെ നമുക്ക് ഈ ബേക്കറി ആൻഡ് കോൺഫെക്ഷണറിയിൽ നമ്മുടെ ട്രാൻസ് ഫാറ്റ് മാറ്റി വെച്ചിട്ട് അതിനെ പലതിനെയും ബേക്ക് ചെയ്ത് കൊടുക്കുന്ന സംഭവങ്ങൾ. പിന്നെ പല വാല്യൂ അഡീഷൻസും നമുക്ക് അതിനകത്ത് കൊടുക്കാം. നമുക്ക് ഈ പ്രത്യേകിച്ച് പയറുവർഗ്ഗങ്ങളെല്ലാം കിഡ്നി ബീൻസ് പോലുള്ളതൊക്കെ വ്യത്യസ്തമായി പ്രോസസ്സ് ചെയ്ത് ഇപ്പോൾ ഈ നിലക്കടല റെഡി ടു ഈറ്റ് എന്നുള്ള മെത്തേഡിലേക്ക് കൊണ്ടുവരാമെന്നല്ലേ? ഒരു 40 ഗ്രാമൊക്കെ നമുക്ക് ഡെയിലി എല്ലാവർക്കും ഒരു 40 ഗ്രാമൊക്കെ നിലക്കടല കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രോട്ടീൻ റിച്ചാണ്. ആക്ച്വലി കാഷ്യൂവിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ ന്യൂട്രീഷണൽ വാല്യൂ കൂടുതലാണ് നമ്മുടെ സീഡുകൾക്ക് നമുക്ക് അല്ലെ നിലക്കടലയ്ക്ക്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ബേക്കറിയിൽ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാം. അത് ഞാൻ പറഞ്ഞതുപോലെ ഹെർബ്സുമായിട്ട് ചേർത്തുകൊണ്ട് ഇവിടെ നമുക്ക് കിട്ടുന്ന ഈ ക്യാൻഡിയാണ്, നിലക്കടല വെച്ചിട്ടുള്ള ക്യാൻഡിയാണ്. അപ്പോൾ അതിനകത്തേക്ക് എന്തുവാണ് മധുരം വളരെ കൂടുതലാണ്, അത് പ്രശ്നമാണ്. പിന്നെ നമുക്ക് ഈ വെജിറ്റബിൾ നമുക്ക് പ്രോസസ്സ് ചെയ്യാം വളരെ ഇതായിട്ട്. പിന്നെ നമുക്ക് ഈ ഹണിയും അതുപോലെ ഡാർക്ക് ചോക്ലേറ്റും കൂടെ കൂട്ടിയിട്ട്, ഇപ്പോൾ ഇതിന് പ്യുവറായിട്ട് ഇത് മാത്രം എടുക്കുമ്പോൾ നമുക്ക് വലിയ ഒരു ഷെൽഫ് ലൈഫ് കിട്ടില്ല. പക്ഷെ വളരെ നല്ലതാണ്. ദിവസം ഒരു 10 ഗ്രാം ഒക്കെ ഡാർക്ക് ചോക്ലേറ്റ്, വേറെ മധുരമൊന്നും ചേർക്കരുത്. അതിന് കയ്പാണ്, ഡാർക്ക് ചോക്ലേറ്റ് കയ്പാണ്. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ ഹണി ചേർത്തിട്ട് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് പിന്നെ പ്രധാനമായിട്ട് ഈ നട്ട്സിൽ നിന്ന് തന്നെ നമുക്ക് ഓയിലെടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള വാല്യൂ അഡീഷൻസ് നടത്താം. അപ്പം ഇതൊന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇതിലോട്ട് നിങ്ങൾ ഷിംജോ ഇതിനകത്ത് പോവുകയാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മലേഷ്യയിലൊന്ന് പോവുക, ജസ്റ്റ് ടൂറിസ്റ്റായിട്ട് പോവുക. തായ്ലൻഡിലൊന്ന് പോവുക, ഇന്തോനേഷ്യയിലൊന്ന് പോവുക. 3 കൺട്രിയാണ് എനിക്ക് കൂടുതലും പറയാനായിട്ടുള്ളത്. നമ്മുടെ നിയറസ്റ്റും ആണ്, നമുക്ക് ഏറ്റവും പെട്ടെന്ന് അവിടുത്തെ ഐഡിയാസും കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാനൊക്കെ. നമ്മുടെ ഈ എയർ ഏഷ്യക്കൊക്കെ പോവുകയാണെങ്കിൽ 10,000-8,000 രൂപയുടെ വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് ടിക്കറ്റുകൾ അവൈലബിൾ ആണ്. എന്നിട്ട് അവിടെ അവർ ഉണ്ടാക്കി വിൽക്കാനായിട്ട് വെച്ചേക്കുന്നതിനെ കുറിച്ചൊരു പഠനം നടത്തുക. എന്നിട്ട് അതിൻ്റെ പാക്കിങ്, അതാണ് മെയിൻ. കേരളത്തിൽ ഇല്ലാത്ത ഇന്ത്യയിൽ ഏറ്റവും കുറവുള്ളത് സംഭവം എന്ന് പറഞ്ഞാൽ പാക്കിംഗ് ആണ്, പാക്കിംഗ് സ്റ്റൈല്. നിങ്ങളിപ്പോൾ ഈ കേരളത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കരുത്. അങ്ങനൊരു ഇത് ഉണ്ടായിരുന്നു, ദാറ്റ് വാസ് ഇൻ ദ പാസ്റ്റ്. ഈ ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ നമ്മൾ ലോകം ഇൻറ്റഗ്രേറ്റഡ് ആയി. ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന സാധനം നിങ്ങൾക്ക് ലോകത്തെവിടെയും വിൽക്കാൻ പറ്റണം. റഷ്യയിൽ വിൽക്കാൻ പറ്റണം, പെറുവിൽ വിൽക്കാൻ പറ്റണം, അർജൻറ്റീനയിൽ വിൽക്കാനായിട്ട് പറ്റണം. അപ്പോൾ ലോകത്തെവിടെയും നമുക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങൾ വിൽക്കാം. അതിന് ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ആമസോണിന് തള്ളിപ്പറയുകയല്ല. ആമസോൺ ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്, നമ്മളാണ് അവിടുത്തെ വ്യവസായി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഈ ഏറ്റവും നല്ല സംഭവങ്ങൾ ലോകത്തെവിടെ. പിന്നെ സ്പൈസസിൻ്റെയൊക്കെ ഓയില് ഭയങ്കര ലോക വിപണിയിലേക്ക് നമുക്ക് എത്തിക്കാവുന്നതാണ്. ഫുഡിന് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈ സിന്തൈറ്റ് എന്ന് പറയുന്ന കേരളത്തിലെ കമ്പനി ലോകത്തിലെ നമ്പർ 1 ആണ്. ലോകത്തിലെ നമ്പർ 1 ആണത്. അപ്പം ആ ഒരു ബിസിനസ്സിലേക്ക് നമുക്ക് ഒരുപാട് പേർക്ക് എത്തിച്ചേരാവുന്ന ഇതുണ്ട്. അപ്പം പിന്നെ ഇതിൻ്റെ എക്സ്പോ വരും, സ്പൈസസും ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ ഒക്കെ. ഇപ്പോൾ ഗൾഫ് ഫുഡ് ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞു പോയി, ഇനി അടുത്ത വീണ്ടും ഇപ്പോൾ ഡൽഹിയിൽ ഒരു എക്സ്പോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫുഡ് പ്രോസസ്സ് റിലേറ്റഡ് ആയിട്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ഫുഡ് പ്രോസസ്സിങ്ങിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവരൊന്ന് ലോകം സാർ പറഞ്ഞ 3 കൺട്രീസ് നിർബന്ധമായി വിസിറ്റ് ചെയ്ത് അവിടുത്തെ ഐഡിയാസ് കാര്യങ്ങൾ ഒക്കുപൈ ചെയ്ത് നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ അതൊരു യൂണിക്കാവും ചെയ്യും. അതൊരു വലിയൊരു ബിസിനസ് സാധ്യത തന്നെ തുറന്നു വരാനുള്ള കർഷകരുടെ കൂട്ടായ്മകളുമായിട്ട് ലോങ് പീരീഡ് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അവർ നമുക്ക് വേണ്ടുന്ന പെട്ടെന്നുള്ള ഈ സംഭവം ഉണ്ടാക്കിത്തരും. അപ്പോൾ കർഷകരും ഫുഡ് പ്രോസസ്സിങ് ആൾക്കാരുമായിട്ട് റെഗുലറായിട്ടൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് തന്നെ നമ്മളിവിടെ മാത്രം നിൽക്കരുത്, കേരളത്തിൽ മാത്രം നിൽക്കരുത്. ഇന്ത്യ അങ്ങ് വ്യാവസായികമായിട്ട് ഭയങ്കരമായിട്ട് വളരുവാണ്. അപ്പോൾ നമ്മൾ കേരളം എന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം നമ്മൾ ലോക മനസ്സായിട്ട് മാറുക. ഫുഡ് പ്രോസസ്സിങ്ങിന് ഒരുപാട് സാധ്യതകൾ വരും. ലോകം ശരിക്കും കേരളത്തിന് ഒറ്റ നോക്കുന്നുണ്ട്. എന്താണ് കേരളത്തിൽ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഫുഡ് പ്രോസസ്സിങ് പ്രോഡക്റ്റുകളെ പറ്റിയിട്ട് അങ്ങനെ ഉറ്റുനോക്കൊന്നുമില്ല. അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. കേരളം എന്ന് പറയുന്ന പേരൊന്നും ആരുടെ മനസ്സിലില്ല. ലോകത്തിന്റെ മനസ്സിൽ കേരളമില്ല. അപ്പം നമ്മൾ ആ കേരളം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം ലോകത്തിൽ ഏറ്റവും നമുക്ക് വേണ്ട സാധനങ്ങൾ ലോകത്തുനിന്ന് എവിടെയും WTOയ്ക്ക് പകരം നമുക്ക് അർജന്റീനയിൽ നിന്ന് വേണേൽ വാങ്ങിക്കാം, ബ്രസീലിൽ നിന്ന് വേണേൽ വാങ്ങിക്കാം. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം, അതുപോലെ കൊടുക്കുകയും ചെയ്യാം. പക്ഷെ അതിന് ചെറിയൊരു സാങ്കേതിക വിദ്യ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. ആ സാങ്കേതിക വിദ്യ കറക്റ്റായിട്ടൊക്കെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ വലിയൊരു വിപണി മുമ്പിലുണ്ട് ഫുഡ് പ്രോസസ്സിങ്
ആഗ്രഹിച്ച് മുന്നിലേക്ക് വരുന്നവർക്ക് മനസ്സൊന്ന് മാറ്റിയാൽ മതി. മനസ്സൊന്ന് ചിന്തിച്ചാൽ ഒന്നുകൂടി വൈഡായിട്ട് ചിന്തിക്കണം. ഇതിനിപ്പോൾ MSME ഗവൺമെൻറ് ഓഫ് ഇന്ത്യ MSME മിനിസ്ട്രി ഒരുപാട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അവരുടെ ട്രെയിനിങ്ങുകളുണ്ട്. ഓക്കെ, അപ്പം ഇത് പലരും ഇതിൽ ബുദ്ധിമുട്ടായിട്ട് പറയുന്നത് സാർ പറഞ്ഞ പോലെ നമുക്ക് പുതിയ ഐഡിയാസ് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പല കൺട്രികളിലേക്ക് പോവുക. ഒരു ബിസിനസ്സിന് MSMEയുടെ ഭാഗത്തു നിന്ന് ഫണ്ടിങ്ങിന് വരെ ഒരുപാട് മെത്തേഡുകൾ ഫണ്ടിങ് ഉണ്ട്. അതിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈസൂറാണ്. മൈസൂർ. അവിടേക്ക് ഒരു ലെറ്റർ അയക്കുക, ഓക്കെ, പോയി കാണുക, ഇപ്പോൾ അവിടെ നിന്നൊക്കെ ഇൻപുട്ട് എടുക്കുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ എവിടെ എക്സ്പോ വന്നാലും പോകുക. ഇപ്പം ഗവൺമെൻറ് ഇത്രയും കാശ് മുടക്കി നമ്മുടെ ഇവിടെ കൈ ഓർക്കാനായിട്ട് നിൽക്കുക, നമ്മളിതിനാ മാറി നിൽക്കുന്നത്. അതെ അതെ. എക്സ്പോർട്ടിങ്ങിന് ഇപ്പോൾ സബ്സിഡി വരെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നുണ്ട്. ഉണ്ട്. അതിന് സാധ്യതകൾ അറിയാത്തതാണ് ശരിക്കും യുവാക്കൾ ഇതിലേക്ക് കടന്നു വരാണ്ടിരിക്കുന്നതിനുള്ള ഏറ്റവും വലിയ. ഇൻക്രീസിംഗ്ലി മെഷീൻസ് ഉപയോഗിക്കണം. അപ്പോൾ വെസ്റ്റേൺ മെഷീൻസ്, ഇപ്പോൾ ഞാൻ പല മെഷീൻസ് ഞാൻ വില ചോദിക്കുകയും ഇപ്പോൾ കൊണ്ടുവരാനായിട്ട് പദ്ധതി ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ പ്രോട്ടീൻ ബേസ്ഡ് ഒരു ക്യാൻഡി കൊടുക്കുന്നതിന് വേണ്ടി ചോദിച്ചപ്പോൾ 12 കോടി വരുന്നുണ്ട് ആ മെഷീൻ്റെ വില. പക്ഷേ നമുക്ക് അത്രയും വില കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ. അപ്പം എൻ്റെ ശിഷ്യർ തന്നെ ഇതുമാതിരിയുള്ള വില കൂടിയ മെഷീൻസ് ചോദിച്ചപ്പോഴൊക്കെ ഞാൻ അത് വേണ്ട, കുറച്ചുകൂടെ ലോക്കലി ഇതായിട്ടുള്ള മെഷീൻസിൽ മാറ്റുകയുണ്ടായി. ഔട്ട്പുട്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും, കോസ്റ്റ് കുറവാണെങ്കിലും. ഡിപ്പെൻസ്. ഓക്കെ, നല്ലത് നോക്കിയെടുക്കാൻ. അവിടെയൊക്കെ ഈ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അവരതിൻ്റെ ഫീഡ്ബാക്കൊക്കെ തരും. ഓക്കെ ഓക്കെ. ഏതാണ് കോസ്റ്റ്, നമ്മൾ ഇത്രയും വില കൂടി ഇത് വാങ്ങിച്ചിടണോ, അത് അവിടെ പറ്റും. കാരണം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീറോ മാൻ പവറിലേക്ക് കൊണ്ടുവരാൻ നോക്കുമായിരിക്കും. ഒരു സൈഡിൽ കൂടെ റോ മെറ്റീരിയൽ മാത്രം കൊടുത്താൽ മതി, മറു സൈഡിൽ കൂടെ ഇത് വരും. ഇവിടെ നമുക്ക് അങ്ങനെയല്ല. ഇവിടെ നമ്മൾ കുറച്ചൊക്കെ മാൻ പവർ ഉപയോഗിക്കുകയും ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ളത് മെഷീനെ കൊണ്ട് ചെയ്യിക്കുമായിരിക്കും നമുക്ക് നല്ലത്. സാധ്യത എന്തായാലും ഭയങ്കരമാണ്. അപ്പം നിങ്ങളൊരു ടീമായിട്ടൊക്കെ വരാമെങ്കിൽ ഞാൻ നിങ്ങളെ മെൻറ്റർ ചെയ്ത് തരാം. ഒരാളെ തന്നെ ചെയ്യുന്നതിന് പകരം ഒരു ടീമായിട്ടുള്ള ആൾക്കാർ കുറേ വലിയൊരു സക്സസിന് എപ്പോഴും ഒരു ടീം വർക്കാണ് എപ്പോഴും നല്ലത്. ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ളതും സക്സസ് ആയിട്ടുള്ള ആൾക്കാരുടെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ അവരൊക്കെ ഒരു ടീം വർക്കിന്റെ പുറകിലാണ് പെട്ടെന്ന് പോകണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ നല്ലത്. പക്ഷെ വളരെ ദൂരം പോകണമെന്നുണ്ടെങ്കിൽ ഒരു ടീമായിട്ട് പോകും, ഒരു സംഘമായിട്ട് പോകുകയായിരിക്കും ഏറ്റവും നല്ലത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് ഉള്ള ആളുകളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് തെറ്റ് പറ്റാണ്ട് നല്ലൊരു മെൻറ്റർ കൂടി ഉണ്ടെങ്കിൽ അവർക്ക് ചെറിയ സോഫ്റ്റ് സ്കിൽസ് ഒക്കെ വേണ്ടി വരും അവരുമായിട്ട് നമ്മൾ ചേർന്ന് പോകാനായിട്ട്. ഏത് മെഷീനും ഓയിലിട്ട് കൊടുക്കണമല്ലോ, അപ്പോൾ എന്ന് പറഞ്ഞുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.